So each time each thing comes up, and I always find something or the other that's very useful and very, very progressive for my career. നമസ്കാരം, എൻ്റെ പേര് മാളവിക നന്ദൻ. ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. നാട്ടിൽ ഞാൻ പാലക്കാടാണ്. ഐ എം എ പ്രൊഫഷണൽ ഭരതനാട്യം, മോഹിനിയാട്ടം ആൻഡ് കുച്ചിപ്പുടി ഡാൻസർ. ഇപ്പം ഞാൻ കറൻ്റ്ലി ഉപാധ്യായ സ്കൂൾ ഓഫ് ഡാൻസിൽ അണ്ടർ പാർശ്വനാഥ് ഉപാധ്യായ സാറിൻ്റെ ട്യൂട്ടലേജിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഇനി എൻ്റെ LLBയുടെ ഫസ്റ്റ് ഇയർ ഡിഗ്രി പെർസ്യൂ ചെയ്യാൻ പോവാണ്. സോ ആസ് എ ഡാൻസർ എൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 4 വയസ്സ് തൊട്ടാണ് എൻ്റെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തതിന്. സോ മൈ ഫസ്റ്റ് ഗുരു ഇസ് മൈ മോം. സോ അമ്മയ്ക്ക് അറിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വെച്ചായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, എനിക്ക് ആ ഡാൻസ് എന്താണെന്ന് അമ്മ പഠിപ്പിച്ചു തന്നതിന് എൻ്റെ അമ്മയാണ്. സോ അമ്മ ഗോപിക വർമ്മ മാമിൻ്റെ അണ്ടറിൽ അമ്മ 1 ഇയർ പഠിച്ചിരുന്നു, മോഹിനിയാട്ടം പഠിച്ചിരുന്നു. സോ അന്ന് തൊട്ടുള്ള അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഞാനും സ്റ്റേജിൽ കളിക്കണം, ഞാനും ഒരു വലിയ ഡാൻസർ ആവണം എന്നുള്ള അമ്മയ്ക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. സോ അങ്ങനെ ചെറിയ സ്റ്റേജസിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഡാൻസറാണ് ഞാൻ. പിന്നെ എൻ്റെ ഒരു ബിഗ് ബ്രേക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ആക്ച്വൽ ക്ലാസ്സിലോട്ട് ഞാൻ എൻ്റർ ചെയ്യുന്നത് അറൗണ്ട് ഒരു 2nd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴായിരുന്നു. സോ ഞാൻ കുച്ചിപ്പുടിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അണ്ടർ ഡോക്ടർ സരസ്വതി രജതേഷ് മാമിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. മാമിൻ്റെ അണ്ടറിൽ ഞാൻ ഒരു 2 ഇയേഴ്സ് പഠിച്ചിരുന്നു കുച്ചിപ്പുടി. സൈമിൾട്ടേനിയസ്ലി ഞാൻ വെസ്റ്റേണും കൂടി സ്റ്റാർട്ട് ചെയ്തിരുന്നു അണ്ടർ വിജയ് കുമാർ സർ. മൂവ് ആൻഡ് ഗ്രൂവ് എന്നാണ് സ്റ്റുഡിയോയുടെ പേര്. RT നഗറിലായിരുന്നു. സോ സൈമിൾട്ടേനിയസ്ലി ഞാൻ ക്ലാസിക്കലും വെസ്റ്റേണും രണ്ടും ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയായിരുന്നു ആ സമയത്ത്. പിന്നെ ഒരു 3rd 4th സ്റ്റാൻഡേർഡൊക്കെ വന്നപ്പോഴായിരുന്നു എനിക്ക് ക്ലാസിക്കൽ മാത്രമായിട്ട് മതി എന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തിരുന്നു. പക്ഷേ ആരടുത്ത് പോകണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. കുച്ചിപ്പുടി ആ സമയത്ത് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ആരാണ് നെക്സ്റ്റ് ടീച്ചർ എന്ന് വരുന്ന ആ ഒരു സമയത്ത് തേടുന്ന ഒരു സമയത്തായിരുന്നു ഷാനു മോഹൻ എന്ന് പറഞ്ഞ സാർ വന്നത്. സോ സാറിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഒരു ബ്രോഷർ കണ്ടു. അങ്ങനെയാണ് നമ്മളവിടെ പോയി അവരെ മീറ്റ് ചെയ്ത്, ഓക്കെ അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ഡാൻസ് ക്ലാസ്, ലൈക്ക് ഇങ്ങനെ ഒരു പുതിയ ഡാൻസ് ക്ലാസ്സാണ്, ആൾക്കാർ എങ്ങനെ ഉണ്ടാവും. എനിക്ക് കുറേ നെർവസ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാസ്സിൽ പോയപ്പോൾ ആകെ ഉണ്ടായിരുന്ന 2 കുട്ടികളായിരുന്നു, ഞാനും ഒരു ചേച്ചി, വന്ദന എന്ന് പറഞ്ഞ ചേച്ചി. ഞങ്ങൾ 2 പേരായിരുന്നു സാറിൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻസ്. സോ അത് കാരണം എനിക്ക് അത്രയും നെർവസ്നെസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ സാറിൻ്റെ ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനു ചേട്ടൻ നമ്മളുടെ ആ ഒരു ബോഡി ലാംഗ്വേജും നമ്മുടെ ഒരു ബോഡി സ്റ്റൈലും നോക്കി അതിനനുസരിച്ച് നമ്മൾ ഗ്രൂം ചെയ്യുന്ന ഒരു സാറാണ്. സോ ഹി ഹാസ് എ വെരി വെരി ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ടു ബി എൻ അമേസിങ് ഡാൻസ് ടീച്ചർ. സോ എന്നെ അത്രയും കെയറോട് നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ സ്റ്റൈൽ എങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിക്കാം എന്നൊക്കെ ഭയങ്കര പ്രിസൈസ്ഡ് ആയിട്ട് നോക്കി നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത സാറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫ്യൂ മന്ത്സ് പോയി ലൈക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു കേരള സമാജത്തിൻ്റെ കലോത്സവത്തിനെ പറ്റി നമുക്കൊരു ഇൻഫർമേഷൻ വരുന്നത്. അവർ പറഞ്ഞു ഓക്കെ ഇതൊരു കോമ്പറ്റീഷനാണ്, യു ക്യാൻ ട്രൈ. അപ്പോൾ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് കോമ്പറ്റീഷൻ എവർ. സോ അതെങ്ങനെ കളിക്കും, കോമ്പറ്റീഷൻ എന്താണെന്നൊന്നും എൻ്റെ മൈൻഡിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഐ എം നോട്ട് എ കോമ്പറ്റേറ്റീവ് പേഴ്സൺ. ചെറുപ്പം തൊട്ടേ ഞാൻ അങ്ങനെയാണ്, എനിക്ക് എൻജോയ് ചെയ്യാനാണ് ഇഷ്ടം. സോ ആ ഒരു കോമ്പറ്റീഷനിലോട്ട് ഞാൻ എൻ്റർ ചെയ്ത സമയത്ത് കുറേ പേരുണ്ടായിരുന്നു, വന്നു. ഞാനത് ജസ്റ്റ് ഒരു നോർമൽ പ്രോഗ്രാമായിട്ട് പോയി കളിച്ചിട്ട് വന്നു. ഐ ഗേവ് മൈ ബെസ്റ്റ്. സോ ഫസ്റ്റ് ടൈം കളിച്ച സമയത്ത് ഞാൻ ഒരു ഫോക്കും പിന്നെ ഒരു ഭരതനാട്യം കളിച്ചിരുന്നു. സോ അങ്ങനെ കളിച്ച് വന്ന് ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് ഐ വൺ ദ ടൈറ്റിൽ. ഐ വൺ ദ കലാതിലകം ടൈറ്റിൽ മൈ കാറ്റഗറി. സോ അപ്പോൾ തൊട്ടായിരുന്നു എൻ്റെ ഒരു വലിയൊരു ബിഗ് ബ്രേക്ക് എന്ന് പറയാം. കുറേ പേർക്ക് എന്നെ മനസ്സിലാവാൻ തുടങ്ങി. വെളിയിൽ പോകുമ്പോഴൊക്കെ കുറേ പേര് എന്നെ മാളവികയല്ലേ അങ്ങനെയൊക്കെ വന്ന് കുറേ പേര് ചോദിക്കണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. സോ എനിക്ക് ഡാൻസിലോട്ട് ഇനിയും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നി. ഓക്കെ ലൈക്ക് എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഇനിയും എനിക്ക് ഫോർവേഡ് പോകാൻ പറ്റും, ഈ ഒരു ക്ലാസിക്കൽ ഫീൽഡ് എനിക്ക് ആപ്റ്റ് ആണെന്ന് ഞാൻ തോന്നി. പിന്നെ തുടർന്ന് ഒരു 3 ഇയേഴ്സ് ഞാൻ ആ കോമ്പറ്റീഷനിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഷാനു ചേട്ടൻ്റെ അണ്ടറിൽ തന്നെ. ആൻഡ് 3 ഇയേഴ്സും ഞാൻ കലാതിലകം ടൈറ്റിൽ ഞാൻ ബാഗ് ചെയ്തിരുന്നു. And I'm really, really grateful for having Shanu Charan as my
ഗുരു, ബിക്കോസ് എനിക്ക് ആ ഒരു ഡാൻസിൻ്റെ ഒരു ഫൺ, ആ ഒരു എൻജോയിങ് എലമെൻറ്റും അതൊക്കെ പഠിപ്പിച്ചു തന്ന ചേട്ടനായിരുന്നു. സോ ഐ എം റിയലി റിയലി ഗ്ലാഡ് ഫോർ ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഡാൻസ് ക്ലാസ്സിലോട്ട് ഞാൻ ഷിഫ്റ്റായി. ആ സമയത്ത് ഞാൻ ചിരങ്ക സ്കൂൾ ഓഫ് ഡാൻസിൽ അണ്ടർ രവികുമാർ സാറിൻ്റെ ട്യൂട്ടലേജിലായിരുന്നു ഞാൻ പഠിക്കണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മോഹിനിയാട്ടും കുച്ചിപ്പുടിയും ആയിരുന്നു ഞാൻ മെയിനായിട്ടും ഞാൻ ഫോക്കസ് ചെയ്തത്. ഭരതനാട്യം സാർ ഭയങ്കര നന്നായിട്ട് പഠിപ്പിച്ചു വരുമായിരുന്നു. കുറേ സാർ നോളജ്, ലൈക്ക് തിയറിറ്റിക്കൽ നോളജ് ആയിരുന്നു സാറിൻ്റെ കൂടുതൽ ഫോക്കസും. സോ സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും എനിക്ക് ഇൻട്രസ്റ്റ് കൂടിയതേ ഉള്ളൂ. സാർ ഒരിക്കലും ലൈക്ക് നമ്മളെ ഒരു നാരോ മൈൻഡഡ് ആയിട്ട് ഒരിക്കലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. കുറേ ബ്രോഡായിട്ടുള്ള തിങ്കിങ്സും കുറേ ബ്രോഡായിട്ടുള്ള സബ്ജക്ട്സൊക്കെ സാർ നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. അത് കാരണം എൻ്റെ ഒരു ഡാൻസിനോട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ്സും കുറേ ചേഞ്ചായി. ഒരുപാട് ഞാൻ ബ്രോഡായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. കുറേ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തു. അങ്ങനെയായിരുന്നു എൻ്റെ ഡാൻസിൻ്റെ ഇൻട്രസ്റ്റ് പോയിക്കൊണ്ടിരുന്നത്. ദെൻ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് മോഹിനിയാട്ടം അണ്ടർ ഡോക്ടർ വിനീത നെടുങ്ങാടി മാം. മാമിൻ്റെ ക്ലാസ് പാലക്കാടിലാണ്. സോ ഞാൻ പാലക്കാട് പോയി സ്റ്റേ ചെയ്യും. സമ്മർ ഹോളിഡേയ്സ് ഒക്കെ മൊത്തം നാട്ടിൽ ഡാൻസ് ക്ലാസ്സിലോട്ടായിരുന്നു. സോ 50 days അവിടെ സ്റ്റേ ചെയ്യും. 50 days ദിവസം രാത്രിയും രാവിലെയും അവിടെ ആയിരുന്നു, മാമിൻ്റെ കൂടെ ആയിരുന്നു. പ്രാക്ടീസ് ചെയ്യുക വരിക അങ്ങനെയായിരുന്നു എൻ്റെ ഫുൾ സമ്മർ ഹോളിഡേയ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണാമൂർത്തി വിജയ് മാമിൻ്റെ അണ്ടറിലും ഞാൻ കുച്ചിപ്പുടി കുറച്ച് വർഷം പഠിച്ചിരുന്നു. സോ മാമിൻ്റെ കയ്യിൽ നിന്നും വന്നു ഞാൻ കുറേ സ്റ്റേജസ് കളിച്ചു. മാമിൻ്റെ കൂടെയും ഞാൻ കുറേ എക്സ്പീരിയൻസസ് എനിക്ക് വന്നു. മാമിൻ്റെ ഒരു നോളജും എനിക്ക് ലഭിച്ചതിൽ ഒരുപാട് ഭാഗ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു സമയത്തായിരുന്നു എനിക്ക് ഏഷ്യാനെറ്റ് ചാനലിൽ നിന്ന് എനിക്കൊരു ഓഫർ വരുന്നത്. എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഡാൻസും എൻ്റെ ഓരോ ഫോട്ടോസൊക്കെ കണ്ടിട്ടായിരുന്നു അവരെന്നെ വിളിച്ചത്. സോ അവരെൻ്റെ അടുത്ത് ഡാൻസ് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് നെർവസ്നെസ് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ഒരു ഫിലിം ബേസ്ഡ് ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ കയറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും, ആൾക്കാരെങ്ങനെയായിരിക്കും, എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ, വിൽ ഇറ്റ് ബി ചാലഞ്ചിങ്, അതായിരുന്നു എൻ്റെ മേജർ കൺസേൺ. സോ പക്ഷേ ആ സമയത്ത് അങ്ങനെ ശരി ഒറ്റയ്ക്ക് പോകണ്ട, നമുക്കൊരു ഗ്രൂപ്പായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ പോയി എത്തിയപ്പോൾ ഇറ്റ് വാസ് എ വെരി 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 ഗ്രേറ്റ് ആൻഡ് പ്ലെസൻറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. കിരൺ മാസ്റ്റർ എന്ന മാസ്റ്ററിൻ്റെ ടീമിലായിരുന്നു ഞാൻ ലീഡായിട്ട് ഞാൻ കളിക്കണ്ടായിരുന്നു. സോ അവിടെ മനുചേട്ടൻ, പ്രഭു ചേട്ടൻ, ശരത്, അങ്ങനെ പറഞ്ഞ കുറേ ചേട്ടന്മാരും പിന്നെ കുറേ ചേച്ചിമാരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരായിരുന്നു എൻ്റെ മേജർ സപ്പോർട്ട് സിസ്റ്റം. ഇന്നേ വരയ്ക്കും എനിക്ക് എപ്പോഴും അവരുടെ ബ്ലെസ്സിങ്സും സപ്പോർട്ടും എപ്പോഴും എൻ്റെ കൂടെയുള്ള ഒരാൾക്കാരാണ് ഇവരെല്ലാവരും. സോ സാറിൻ്റെ അണ്ടറിൽ സാറ് കുറേ എനിക്ക് ചാൻസസ് തന്നിരുന്നു. ഞങ്ങൾ കുറേ റിയാലിറ്റി ഷോസിലും കുറേ ഫിലിം അവാർഡ് ഫങ്ഷൻസിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, കളിക്കാൻ കിട്ടി. അങ്ങനെ സെക്കൻഡ് ഇയർ, 3 years ഞാൻ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്നു. സോ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എനിക്ക് അവരൊരു അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫറായിട്ട് എന്നെ വെച്ചു. സോ ആ ഒരു വെസ്റ്റേൺ ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. കുറേ ആൾക്കാരുടെ അടുത്ത് കണ്ടു, കുറേ ആർട്ടിസ്റ്റിനെ കണ്ടു, പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി വെരി ഫൺ. ഈച്ച് ടൈം ഐ ഗോ ദർ ഇറ്റ്സ് ജസ്റ്റ് ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ് ആൻഡ് എ ലോട്ട് ഓഫ് ഡാൻസ് ഓഫ് കോഴ്സ്. സോ ഇങ്ങനെയായിരുന്നു എൻ്റെ ഫിലിമിലോട്ടുള്ള ഒരു എൻട്രി കിട്ടുന്നത്. പിന്നെ ഞാൻ കുറച്ച് പ്രൊമോഷണൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. സ്വസ്തിക എന്നൊരു മ്യൂസിക് അക്കാഡമി ബാംഗ്ലൂരിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്. സോ അവരുടെ ഒരു പ്രൊമോഷണൽ വീഡിയോയിൽ ഞാൻ ലീഡായിട്ട് ഞാൻ ആക്ട് ചെയ്തു.
അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, ഒരു ആക്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞ ഒരു തമിഴ് ഷോർട്ട് ഫിലിമിലും ഞാനൊരു ചെറിയൊരു ഫ്രണ്ടിൻ്റെ റോളായിട്ട് ഞാൻ ചെയ്തിരുന്നു. So each time each thing comes up and I always find something or the other that's very useful and very, very progressive for